ഗുരുജി സുരജി നാട്യത്തിന് ഒരു പാഠ്യപദ്ധതി എന്ന വിഷയത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിനീത നമസ്കാരം. ഇന്നത്തെ വിഷയം രാമേശ്വരം ക്ഷേത്ര ദർശനം. രാമായണം കഥയുടെ ഇന്ന് നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്ന ഒരു ചരിത്ര സത്യം, അതാണ് രാമേശ്വരം. ഇവിടുത്തെ പ്രത്യേകത അഗ്നിതീർത്ഥം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലമാണ് അഗ്നിതീർത്ഥം. ശാന്തമായ ബംഗാൾ ഉൾക്കടലാണ് ഇത്. ഇപ്പോൾ സൂര്യോദയത്തിനുള്ള സമയമാണ്. രാമേശ്വരം ദ്വീപിൻ്റെ കിഴക്കേ അറ്റത്ത് നിന്ന് ഉദയസൂര്യനെ കാണാൻ കഴിയും. ഇപ്പോൾ അത് മേഘങ്ങളാൽ മറയ്ക്കപ്പെട്ടതിനാൽ ഭാഗികമായേ കാണാൻ കഴിയുന്നുള്ളൂ. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്ക് കിഴക്കേ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടിൻ്റെ തെക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യപ്രദേശമാണ് രാമേശ്വരം. ദക്ഷിണേന്ത്യയിലെ പുണ്യതീർത്ഥങ്ങളിൽ ഏറ്റവും പവിത്രവും പ്രമുഖവുമായ സ്ഥലമാണ് ഇവിടം. ഇതൊരു ചെറിയ ദ്വീപാണ്. ബംഗാൾ ഉൾക്കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും വിഭജിച്ചുകൊണ്ട് കിടക്കുന്ന ഈ ഒരു പ്രദേശമാണ് രാമേശ്വരം. തീർത്ഥയാത്രക്കാരെ സംബന്ധിച്ച് ഇത് വളരെ പരിശുദ്ധമായ സ്ഥലമാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ഒരു പ്രമുഖ പട്ടണമാണ് രാമേശ്വരം. ഈ പ്രദേശം പാമ്പൻ ദ്വീപ് എന്നും അറിയപ്പെടുന്നു. ഈ ദ്വീപിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ യോജിപ്പിക്കുന്നത് ഒരു നീണ്ട പാലത്തിലൂടെയാണ്. ആയതിനാൽ ഈ പാലത്തിന് പാമ്പൻ പാലം എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ദ്വീപിന്. ഏകദേശം 53-54 കിലോമീറ്റർ വിസ്തീർണമുള്ള പ്രദേശമാണ് രാമേശ്വരം. രാമായണം കഥയുടെ ജീവനുള്ള ഓർമ്മക്കുറിപ്പാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ദ്വീപ്. രാവണ യുദ്ധത്തിൽ താൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ പാപങ്ങളുടെ പരിഹാരത്തിന് ശിവപ്രതിഷ്ഠ നടത്തി ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന പ്രദേശം കൂടിയാണ് രാമേശ്വരം. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് രാമേശ്വരം. ഇവിടെ അതിരാവിലെ എല്ലാവരും പുണ്യസ്നാനം ചെയ്യുകയാണ്. പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യുന്നതിനായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ദിവസവും ഇതുപോലെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അതിരാവിലെ തന്നെ പുണ്യസ്നാനത്തിനായി എത്തിയിരിക്കുകയാണ്. പുണ്യസ്നാനത്തിൽ പങ്കെടുക്കുന്നവരോടൊപ്പം എത്തിയവരും ഈ പുണ്യസ്ഥലം സന്ദർശിക്കാൻ എത്തിയവർക്കും ബംഗാൾ ഉൾക്കടലിൽ ബോട്ട് യാത്രയിലൂടെ രാമേശ്വരം ക്ഷേത്രവും പുണ്യതീർത്ഥ കവാടവും ഇവിടുത്തെ ചുറ്റുപാടുകളും കൺകുളിർക്കെ കാണാനായി 100 രൂപ നൽകിയാൽ ബോട്ടിലൂടെ യാത്ര ചെയ്ത് കാണാനുള്ള അവസരം തമിഴ്നാട് സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ബോട്ട് യാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് ലൈഫ് ജാക്കറ്റ് അടക്കം നൽകി എല്ലാ സുരക്ഷിതത്വവും ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകരിൽ ഏറെയും ഉത്തരേന്ത്യക്കാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. തിരമാലകൾക്ക് ശക്തിയില്ലാത്തത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. രാമേശ്വരം ദ്വീപിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ വിവിധ തരം ശംഖുകൾ നമുക്ക് ലഭിക്കും. അത് വിവിധ തരം ലഭിക്കാനുള്ളൊരു കാരണം, മറ്റേത് കടൽ തീരത്തും ഒരു സമുദ്രത്തിലുള്ളത് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇവിടെ ബംഗാൾ ഉൾക്കടലിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ശംഖുകൾ അത് രണ്ടും വേറെ വേറെ തന്നെയാണ്. ചിലതൊക്കെ ചെറിയ സാമ്യങ്ങൾ ഉണ്ടെന്ന് മാത്രം, ചിലത് ഒട്ടും സാമ്യമില്ലാത്തവയും ഉണ്ട്. അതുമാത്രമല്ല, ഇതുകൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ അനവധിയാണ്. അത് വീട്ടിനും വാഹനത്തിനും അങ്ങനെ വേണ്ട സകല കാര്യങ്ങൾക്കും കുട്ടികൾക്ക് ആഭരണമായി പോലും ഉപയോഗിക്കാൻ പറ്റുന്നതും, അതുപോലെ ഈ ജ്യോതിഷപ്രകാരമുള്ള രീതിയിലും അങ്ങനെ ഏത് മേഖലയിൽപ്പെട്ടവർക്കും ആവശ്യമുള്ള ശംഖ് ഇവിടെ ലഭിക്കും. ഇതിവിടുത്തെ വലിയൊരു വ്യാപാരം ആയിരുന്നു. പണ്ട് മുതൽക്കേ ഇത് അന്യരാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടാറുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്നും ഉണ്ടോ എന്നുള്ളത് വ്യക്തമായി അറിയില്ല. എന്നിരുന്നാലും
ഈ സ്ഥലം രാമേശ്വരം സ്ഥലം സന്ദർശിക്കുന്നവർ പലരും ഇവിടെ നിന്ന് ഇത്തരം സാധനങ്ങൾ വാങ്ങി പോകാറുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. ആയതുകൊണ്ട് തന്നെ ഒട്ടേറെ കടകളും നമുക്കിവിടെ കാണാൻ കഴിയും. മനോഹരമായ കൊത്തുപണികൾ കൊണ്ടും ചിത്രപ്പണികൾ കൊണ്ടും അലങ്കൃതമായ ആയിരക്കണക്കിന് കൽത്തൂണുകളും വിശാലമായ ഇടനാഴികകളുമുള്ള രാമേശ്വരം ക്ഷേത്രം മനസ്സിനും അതുപോലെ കണ്ണിനിമ്പമാർന്ന കാഴ്ചകളും സമ്മാനിക്കുന്നു. ശ്രീ രാമചന്ദ്രമൂർത്തിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈശ്വരൻ വാണരുളുന്ന പവിത്രദേശം എന്നർത്ഥത്തിൽ ഈ പ്രദേശത്തിന് രാമേശ്വരം എന്ന് പേര് വന്നതായി ഐതിഹ്യം. രാവണ സംഹാരത്തിന് ശേഷം മടങ്ങിയെത്തിയ ശ്രീരാമനോട് രാവണനെ കൊന്ന ബ്രഹ്മഹത്യാദോഷം പരിഹരിക്കാനായി സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മഹേശ്വര പ്രീതി ലഭ്യമാക്കുവാൻ അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം പ്രതിഷ്ഠ നടത്തുവാനും തീരുമാനിച്ചു. കൈലാസത്തിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവരുവാൻ ഹനുമാനെ അയച്ചു. ശിവലിംഗം എത്തിക്കാൻ കാലതാമസം വന്നതിനാൽ സീതാദേവി മണലുപയോഗിച്ച് തൻ്റെ സ്വന്തം കരങ്ങളാൽ ഒരു ശിവലിംഗം സൃഷ്ടിച്ചു. മുഹൂർത്ത സമയത്ത് തന്നെ പ്രതിഷ്ഠിക്കുകയും പൂജാതി കർമ്മങ്ങൾ നടത്തുകയും ചെയ്തു. ശിവലിംഗവുമായി തിരിച്ചെത്തിയ ഹനുമാൻ പൂജ കഴിഞ്ഞതുകൊണ്ട് ദുഃഖിതനായെന്നും അദ്ദേഹത്തെ സ്വാന്തനിപ്പിക്കാനായി രാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിന് തൊട്ടടുത്തായി ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗവും പ്രതിഷ്ഠിച്ചു. ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗത്തിന് ആദ്യം പൂജ ചെയ്യണമെന്ന് ശ്രീരാമൻ കൽപ്പിക്കുകയും ചെയ്തത്രേ. ആ രീതിയിൽ തന്നെയാണ് ഇന്നും രാമേശ്വരം ക്ഷേത്രത്തിൽ പൂജ നടക്കുന്നത്. അഗ്നിതീർത്ഥത്തിൽ കുളി കഴിഞ്ഞ് ഈറനോടെ ക്ഷേത്രത്തിലെത്തി അകത്തെ 22 പവിത്ര കുണ്ഡലങ്ങളിലെ ജലസ്നാനം മോക്ഷദായകമായി വിശ്വസിക്കപ്പെടുന്നു. മഹോദിയും രത്നാകരവും അതായത് ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന ധനുഷ്കോടിയിൽ മുങ്ങിക്കുളിച്ചാലേ രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ സന്ദർശനത്തിൻ്റെ കാശിയാത്രയുടെ ഫലം സമ്പൂർണമായി ലഭിക്കൂ എന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി അതാണ്. ക്ഷേത്രമതിൽക്കെട്ടിനകത്തുള്ള 22 പവിത്ര തീർത്ഥങ്ങൾ: 1 ശ്രീ മഹാലക്ഷ്മി തീർത്ഥം, 2 സാവിത്രി തീർത്ഥം, 3 ഗായത്രി തീർത്ഥം, 4 സരസ്വതി തീർത്ഥം, 5 സേതുമാധവ തീർത്ഥം, 6 ഗന്ധമാദന തീർത്ഥം, 7 ഗവാക്ഷ തീർത്ഥം, 8 കവായ തീർത്ഥം, 9 നടതീർത്ഥം, 10 നീളതീർത്ഥം, 11 ശംഖുതീർത്ഥം, 12 ചക്രതീർത്ഥം, 13 ബ്രഹ്മഹത്യാ വിമോചന തീർത്ഥം, 14 സൂര്യതീർത്ഥം, 15 ചന്ദ്രതീർത്ഥം, 16 ഗംഗാതീർത്ഥം, 17 യമുനാതീർത്ഥം, 18 ഗയാതീർത്ഥം, 19 ശിവതീർത്ഥം, 20 സത്യമിത്ര തീർത്ഥം, 21 സർവതീർത്ഥം, 22 കോടി തീർത്ഥം. രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെ ഗന്ധമാദന പർവ്വതം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ മൺതിട്ടയുടെ മുകളിൽ തളത്തോടു കൂടിയ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് വീക്ഷിച്ചാൽ രാമേശ്വരം നഗരത്തിൻ്റെ നയനാനന്ദകരമായ ദൃശ്യം ലഭിക്കും. ഇവിടെ നിന്ന് ദ്വീപിൻ്റെ പല പ്രദേശങ്ങളും കാണാം. ഇതുവരെ കേട്ട 22 തീർത്ഥക്കുളത്തിന് പുറമെ പ്രധാനപ്പെട്ട 2 തീർത്ഥക്കുളങ്ങൾ കൂടിയുണ്ട്. അത് ഒന്ന് രാമതീർത്ഥവും മറ്റൊന്ന് ലക്ഷ്മണ തീർത്ഥവുമാണ്. അവിടെ 2 സ്ഥലത്തും അതിന് പ്രത്യേക ക്ഷേത്രവും പൂജാതി കർമ്മങ്ങളും നടക്കുന്നുണ്ട്. ഇതുകൂടാതെ നടരാജ വിഗ്രഹവും അതിനായി പ്രത്യേകം പൂജയും കർമ്മവും നടക്കുന്ന സ്ഥലവും ഇതിന് തൊട്ടടുത്ത് തന്നെയുണ്ട്. അതിനോടടുത്ത് വളരെ അത്ഭുതകരമായ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ല് ആഞ്ജനേയ ക്ഷേത്രം, അതും
ഇതിനടുത്ത് തന്നെയാണ്. ആ ക്ഷേത്രത്തിൻ്റെ കല്ലുകളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ട് നമ്മളിതിൽ കാണിക്കുന്നില്ല. കോദണ്ഡ രാമക്ഷേത്രം എന്ന ശ്രീരാമക്ഷേത്രം രാമേശ്വരം പട്ടണത്തിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ തെക്കായി ധനുഷ്കോടിയിലേക്കുള്ള മാർഗമധ്യേ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥലത്ത് വെച്ചാണ് വിഭീഷണർ ശ്രീരാമനെ ആശ്രയം പ്രാപിച്ചതെന്നും ലക്ഷ്മണൻ വിഭീഷണനെ ലങ്കാധിപതിയായി കിരീടധാരണം നടത്തിയിരുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. വിഭീഷണ പട്ടാഭിഷേകം ഇവിടെ ഉത്സവമായി ആഘോഷിക്കുന്നു. കോദണ്ഡ രാമക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ തൊട്ടടുത്ത ദിവസം രാമനാഥം സ്വാമി ക്ഷേത്രത്തിൽ രാമലിംഗ പ്രതിഷ്ഠ മഹോത്സവവും നടക്കുന്നു. ഒരു പ്രധാന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദേശം കൂടിയാണ് രാമേശ്വരം. അദ്ദേഹത്തിൻ്റെ മ്യൂസിയം കാണാൻ വൈകിപ്പോയതുകൊണ്ട് അവിടേക്ക് പ്രവേശനമില്ലായിരുന്നു. അത് ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത അധ്യായത്തിൽ ധനുഷ്കോടി. ഇവിടുന്ന് ഏകദേശം 12 കിലോമീറ്റർ മാറിയാണ് ധനുഷ്കോടി. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.